ഇന്നത്തെ സുഖമ പ്രമോയിൽ സിദ്ധാർത്ഥനുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ നന്ദനും പ്രഭാവതിയും. അപ്പോൾ ദേവിക റെഡിയായി നിൽക്കുകയാണ്. ദേവികയുടെ ബാഗ് കൊണ്ട് കാറിൽ വെക്കാൻ കൊടുക്കുമ്പോൾ ആ ബാഗ് ആ കാറിൽ വെക്കണ്ടെന്ന് പറയുന്നുണ്ട് പ്രഭാവതി. പെട്ടെന്ന് തന്നെ നന്ദൻ ചോദിക്കും, അതെന്താ അമ്മ ദേവിയുടെ ബാഗല്ല ഇതെന്ന് പറയുമ്പോൾ ദേവിക അങ്ങോട്ട് വരുന്നില്ല എന്ന് പ്രഭാവതി പറയുക കേട്ടോ. ഇത് കേട്ട് രജനിയും നന്ദനും ദേവികയെ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. ഉടനെ പറയും, ദേവിക വന്നില്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാകുക, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേന്ന് പറയും. പ്രഭാവതി പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല, ഇവളെ കൊണ്ട് അവിടെ ഒരു കാര്യമില്ല, ഞാനുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. നന്ദനപ്പം ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ ഇത്ര വാശി പിടിക്കുന്നത്, അച്ഛൻ്റെ ജീവൻ വെച്ച് അമ്മ കളിക്കരുതെന്നൊക്കെ പറയുകയാണ്. പ്രഭാവതി അറിയും, അച്ഛൻ്റെ ജീവൻ വെച്ച് ഞാൻ കളിക്കുകയൊന്നുമല്ല, ഇവളെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്ന് പറയും. ഉടനെ നന്ദൻ പറയുകയാണ്, എന്നാൽ ആ ബാഗ് ആ കാറിൽ വെക്കണ്ട, ഞാൻ എൻ്റെ കാറിൽ ദേവിയുമായിട്ട് ഞങ്ങൾ രണ്ടും കൂടെ വന്നേക്കാമെന്ന് പറയട്ടെ. ഇത് കേട്ട് പ്രഭാവതി ഞെട്ടി നിൽക്കുകയാണ്. ഇങ്ങനൊരു മറുപടി പ്രഭാവതി പ്രതീക്ഷിച്ചില്ലായിരുന്നു. പിന്നീട് കാണിക്കുന്നത് മാധവനാണ്. മാധവന് ഭാര്യയും മകളെയും തപ്പി നേരത്തെ താമസിച്ച വീട്ടിലെത്തിയാണ്. പക്ഷെ അവരവിടെ ഇല്ലല്ലോ. അവിടെ എത്തുമ്പോൾ കുറേ ഗുണ്ടകളും നാട്ടുകാരും ചെന്ന് മാധവനെ ഓടിക്കുക കേട്ടോ.